ഫ്ലവർ മിൽ ഉടമകളുടെ സംഘടനയായ ഫ്ലവർ ആൻഡ് ഓയിൽ മിൽ അസോസിയേഷന്റെ ഉദ്ഘാടനം കൃഷ്ണപുരം കാപ്പിൽ നടന്നു. ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അനുമോദനവും നടത്തി. താമരക്കുളം, ഭരണിക്കാവ്, കൃഷ്ണപുരം, വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകളിലെ ഫ്ലോർ മിൽ ഉടമകൾ ചേർന്ന് രൂപീകരിച്ച സംഘടന ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ അസോസിയേഷന്റെ ഉദ്ഘാടനം കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് 5 സിസ്റ്റേഴ്സ് എന്ന സ്ഥാപനത്തിൽ നടത്തി. സംഘടനയിൽ ഉൾപ്പെട്ട അംഗങ്ങളിൽ നിന്നും നറുക്കിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സെക്രട്ടറി ജോൺ വർഗീസ് സ്വാഗതം പറഞ്ഞു. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം അനിത വാസുദേവൻ മൊമെന്റോ നൽകൽ നിർവഹിച്ചു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെ മൊമെന്റോ നൽകി ആദരിച്ചു. ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്മാർട്ട് എന്ന മോട്ടിവേഷണൽ ട്രെയിനിങ് സെന്ററിന്റെ പ്രതിനിധിയും നിരവധി ക്ലാസുകൾ നയിച്ച വ്യക്തിയുമായ ദേവദത്തൻ സ്മാർട്ട് സ്പീച്ച് നടത്തി. ബിസിനസ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ മില്ലുടമകൾ അവർക്ക് ബിസിനസ് കിട്ടാൻ വേണ്ടി കൂലികൾ കുറയ്ക്കുന്നു. അങ്ങനെ അനവധിയായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ മില്ലുടമകളുടെ ഇടയിലുള്ളത്. ഇതിന് ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഒരു പരിഹാരം കാണുവാൻ കഴിയൂ എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു അസോസിയേഷൻ എന്ന ആശയം ഉരുത്തിരിഞ്ഞത് എന്ന് ഇപ്പോഴും ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ മില്ലുകളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അനവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിലുണ്ട്. എന്താണ്, ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടാത്തതായിരിക്കുന്ന ഒരു മില്ലുകൾ പ്രസ്ഥാനങ്ങളാണ് മില്ലുകൾ. ഞാനത് പറയാൻ കാരണം, ഒരു മില്ല് തുടങ്ങുന്നതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാവിധമായിരിക്കുന്ന സഹകരണങ്ങളും ഉണ്ടാകും. പക്ഷെ തുടർന്ന് അതിന്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന യാതൊരു കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എങ്ങനെ നിലനിൽക്കുന്നു എന്ന് ആരും പരിശോധിക്കപ്പെടുന്നില്ല. കായംകുളം.